അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒക്ടോബറായി, സമ്മറെല്ലാം കഴിഞ്ഞു. ജർമ്മനിയിലാണെങ്കിൽ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. പുറത്താണെങ്കിൽ നല്ല തണുപ്പും ചെറിയ മഴയൊക്കെയാണ് കേട്ടോ. അതുപോലെ മരങ്ങളുടെയൊക്കെ ഇലകളും എല്ലാം കൊഴിഞ്ഞു. ഇന്നൊരു വീക്കെൻഡാണ്, എനിക്ക് ലീവുള്ള ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും വേണ്ട. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ശരിക്കും ഒന്നും പ്ലാൻ ചെയ്യാത്ത ഒരു നോർമൽ ഡേ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യാതെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റീവ് ഡേ അല്ലെന്ന് തന്നെ പറയാം. ഒരു നോർമൽ സാധാ ദിവസം, പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ എന്തൊക്കെ നടക്കുന്നോ അതൊക്കെ അങ്ങ് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചൊരു ഡേ ആണ്. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ശരിക്കും ഇന്നലെ വൈകുന്നേരം തൊട്ട് ശരിക്കും ഒരു വല്ലാത്തൊരു ത്രോട്ടിനൊരു വേദനയോ എന്തോ ഒക്കെ. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ത്രോട്ട് പെയിൻ, അതുമല്ല ഒരു ഭയങ്കര ജലദോഷമൊക്കെ. അപ്പോൾ ഹോസ്പിറ്റലിലായാലും ഇപ്പം വീണ്ടും കോവിഡ് പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡ് ആണെന്ന്. സാധാരണ എനിക്ക് അങ്ങനെ ത്രോട്ട് പെയിൻ വരുന്നതല്ല. എനിക്ക് ഇതുവരെ ത്രോട്ട് പെയിൻ എപ്പൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് കോവിഡ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പം ഒരു ടെസ്റ്റ് കിറ്റ് വാങ്ങാനായിട്ട് മനുവിനെ DM വിട്ടേക്കാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് ആണെന്ന്. പക്ഷെ പനി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ജലദോഷം, ഒരു ചെറിയൊരു ത്രോട്ട് പെയിൻ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് കോവിഡ് ആണെങ്കിൽ ഇനിയിപ്പോൾ സിക്ക് അടിക്കണം. കോവിഡ് ആണെങ്കിൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നൊരു നോർമൽ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ചുമ്മാ, ഇവിടെ ഇപ്പം വിൻ്റർ ഓട്ടം സീസൺ ആണ്, നല്ല തണുപ്പാണ്. ലാസ്റ്റ് ഇയറിനേക്കാളും സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും തന്നെ തണുപ്പ് തുടങ്ങി, നല്ല തണുപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നോർമൽ എന്താ പറയുക, ഒരു ഓട്ടം വൈബ്, നമ്മൾ ഈ കോസി വീഡിയോസ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ എടുക്കാം. തണുപ്പും പിടിച്ച് ഇങ്ങനെ വീടിനകത്തിരിക്കുന്ന ഒരു വൈബിലൊരു വീഡിയോ ഒക്കെ എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് വൈകുന്നേരം നമുക്ക് പുറത്തിങ്ങനെ ഒന്ന് നടക്കാൻ പോകാം. നല്ല ഭംഗിയാണ് ഇപ്പോൾ പുറത്തിങ്ങനെ ഇലകളെല്ലാം വീണ് കിടക്കുന്ന കാണുമ്പോഴും നല്ല ഭംഗിയാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ വൈകുന്നേരം പനിയും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് പുറത്ത് ചുമ്മാ ഒരു ഈവനിങ് വാക്കിന് പോകാം. അത് മാത്രമേ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു. നമുക്കൊന്ന് സ്കിൻ കെയർ ചെയ്യാം. അതിനെ കണ്ടിട്ട് തന്നെ പനി പിടിച്ച് ചത്തിരിക്കുന്നവരെ പോലെ തന്നെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കോസി വ്ലോഗിലേക്ക് വെൽക്കം ബാക്ക്. വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ സ്ഥിരം സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. ഇന്ന് ഏതായാലും നമുക്കത് സ്കിപ്പ് ചെയ്യണ്ട. ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത് സെറാവയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് വിൻ്റർ ആകുമ്പോൾ നല്ല ഡ്രൈ സ്കിൻ വരാറുണ്ട്. എൻ്റെ സ്കിൻ ഓയിലി ആണെങ്കിൽ കൂടെ ഏതൊക്കെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടും എനിക്കതിൽ നിന്നൊരു റിലീഫ് ഉണ്ടായിട്ടില്ല. പക്ഷേ സെറാവയുടെ ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോസറക്സിൻ്റെ ഒരു സ്നെയിൽ മ്യൂസിൻ സിറമാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഒരു വിറ്റാമിൻ C ക്രീമും ഒരു സൺസ്ക്രീനുമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഞാൻ സ്ഥിരം എൻ്റെ റുട്ടീനിൽ ഫോളോ ചെയ്യുന്ന പ്രൊഡക്ട്സുകളുമാണ് കേട്ടോ. പക്ഷെ അതിൽ ഈ കോസറക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ സിറം എനിക്ക് പ്രത്യേകിച്ചൊരു ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ ടെക്സ്ചർ എന്തോ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് അത് തീരുമ്പോൾ ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത്. അല്ലാതെ എനിക്കത് വലിയ ചേഞ്ചസ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് ഐബ്രോസും ഫില്ല് ചെയ്തു, ലിപ് ഗ്ലോസും ഇട്ടു. കാരണം എന്നെ ഒരു ഡൾ ലുക്കിൽ കാണാൻ എനിക്കും ആഗ്രഹമില്ല, നിങ്ങൾക്കും കാണില്ല. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. എൻ്റെ മുഖത്തിപ്പോൾ അടുത്തായിട്ട് കുറച്ച് പിമ്പിൾസ് വരുന്നുണ്ട്. എന്താ കാരണം എന്ന് അറിയത്തില്ല. ഇവിടെ ഒരെണ്ണം വന്നായിരുന്നു, അത് ഞാൻ പിമ്പിൾ പാച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ പോയതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ആയിട്ട് ഇപ്പം അടുത്തിടയ്ക്ക് ഒരുപാട് പിമ്പിൾസ് വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ എവിടെയോ വായിച്ചിരുന്നു, നമുക്ക് എന്തോ ഇന്ന ഹോർമോണിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ അതായത് പിമ്പിൾസ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിനി പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുമ്മാ ഇരിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ 2 കോഫി, അത് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഞങ്ങൾ കൂടുതലും മോർണിംഗ് കോഫി പേഴ്സൺസ് ആണ്. അതിന് കൂടെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ ശീലിച്ച കാര്യമാണ് രാവിലെ ഒന്നെങ്കിൽ നമ്മുടെ റസ്കില്ലേ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ കോഫി മുക്കി കഴിക്കുക. അതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഈ ഒരു കാര്യം ചെറുപ്പത്തിലേ അമ്മ ശീലിപ്പിച്ചതാണ് കേട്ടോ. അതിപ്പോ ദാ ഇവിടെ വരെയായി. ഇവിടെ ജർമ്മനിയില് ലിഡിൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റില് ഈ ഒരു ബിസ്ക്കറ്റ് കിട്ടും. എനിക്ക് ഈ ഒരു ബിസ്ക്കറ്റ് മാത്രമേ ഇറങ്ങൂ. ബ്രേക്ക്ഫാസ്റ്റിന് എന്നത്തെയും പോലെ തന്നെ ബ്രെഡ്, ഗുവാക്കമോളി, ബോയിൽഡ് എഗ്സ് ആണ്. ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ വലിയ കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സാധനം തന്നെയാണ് നമ്മൾ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ മടുക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവക്കാഡോ ടോസ്റ്റ് അതുപോലെ ഗുവാക്കമോളിയൊക്കെ. അപ്പം ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാറ്. ഇന്ന് ഞാൻ മനുവിന് ഇവിടെ 2 ബോയിൽഡ് എഗ്സും എനിക്ക് ഞാൻ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് അധികം ബോയിൽഡ് എഗ്സ് കഴിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മുഖത്ത് പെട്ടെന്ന് പിമ്പിൾസ് വരും. പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മൾ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെ നിന്ന് കഫെറ്റീരിയയിൽ നിന്ന് ബോയിൽഡ് എഗ്സ് ആണ് കഴിക്കാറ്. പക്ഷെ എനിക്ക് എന്നാലും ഒരു ബോയിൽഡ് എഗ്ഗിൽ കൂടുതൽ കഴിക്കാനായാലും പറ്റില്ല, ഈ പിമ്പിളിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഈ ഒരു സാധനം അങ്ങ് കഴിച്ചാണ്ടല്ലോ പിന്നെ ഒരു ഉച്ച വരെ നമുക്ക് വിശപ്പിൻ്റെ വിളിയേ ഉണ്ടാവില്ല, അത്ര ഹെവിയാണ്. ഞാനൊരു 1 വീക്കിലേക്കായിട്ടാണ് ഗുവാക്കമോളി ഉണ്ടാക്കി വെക്കാറ്. അങ്ങനെ ടി വിയും കണ്ടുകൊണ്ടിരുന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഞങ്ങൾക്ക് എന്തിനാണ് ഒരു ഡൈനിങ് റൂം, എന്തിനാണ് ഡൈനിങ് ടേബിളൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്നതെന്ന്. ഇപ്പൊ കുറച്ച് നേരത്തേക്ക് നല്ല വെതറാണ് കേട്ടോ, നല്ല സൺലൈറ്റും ഒക്കെ. കുറച്ച് സൂര്യപ്രകാശം അടിച്ചപ്പോൾ തന്നെ എൻ്റെ മുഖത്തെ ആ ഡൾനെസ് ഒക്കെ മാറിയില്ലേ. നല്ലൊരു ക്ലൈമറ്റ് ആണ്. പക്ഷെ ഇന്ന് നല്ല മഴ വൈകുന്നേരങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് നല്ല തണുപ്പും കാണിക്കുന്നുണ്ട്. ഒരു 4 മണിക്ക് മുന്നേ ആയിട്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ല, നല്ല ക്ലിയർ സ്കൈ ആണ്. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാലും ഒരു കുറച്ച് നേരത്തേക്കേ കാണുകയുള്ളൂ കേട്ടോ. ഇവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് 10 മിനിറ്റ് കൊണ്ടാണ് കാലാവസ്ഥ മാറി മറിയുന്നത്. അതിപ്പം സമ്മറിലായാലും വിന്ററിലായാലും എല്ലാം കണക്കാണ്. ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു 16ലേക്ക്. അത് വാങ്ങിയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും തന്നെ സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് 15 വെച്ചിട്ട് പ്രത്യേകിച്ച് ക്യാമറയിലൊന്നും അത്ര ഒരു ഭംഗി കൂടുതൽ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനത് യൂട്യൂബ് നോക്കിയിട്ട് സെറ്റിങ്സ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയാണ്. കാരണം ക്യാമറയിൽ ഒരു വലിയ അപ്ഡേഷൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ പ്രാവശ്യം 16ൽ. അപ്പം പെട്ടെന്ന് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് ഞാൻ 16 വാങ്ങിച്ചതും. കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ക്യാമറ ക്വാളിറ്റി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. ഇപ്പോൾ ഞാൻ പഴയ ഫോണിൽ വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യാണ്. എനിക്കെന്തോ 16ൻ്റെ ക്യാമറ സെറ്റിംഗ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അതായത് 15 വെച്ചിട്ട് അത്രയും പോലും ക്ലാരിറ്റി എനിക്ക് തോന്നുന്നില്ല, വീഡിയോയ്ക്ക് അത്രയും പോലും ഒരു ക്വാളിറ്റി തോന്നുന്നില്ല. അപ്പം ഞാനത് വീഡിയോ നോക്കിയിട്ട് ഇപ്പം സെറ്റിങ്സ് മാറ്റി. ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് ജിമ്മിൽ പോകണമെന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് കോവിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു പോകാം. കാരണം ഇവിടെ ഇപ്പം കോവിഡ് എന്ന് പറയുന്ന സാധനം ഒരു വൈറൽ ഫീവർ, സാധനം ഒരു പനി പോലെ ആയി. നമുക്ക് മാസ്ക് വെച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു എനിക്കാണെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഇവിടെ വീണ്ടും കോവിഡ് തുടങ്ങിയിട്ടുണ്ട്. വരുന്ന പേഷ്യൻസ് 2-3 പേരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ത്രോട്ട് പെയിൻ ഒക്കെ ആയതുകൊണ്ട് ഇതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇതോടെ ചേർത്ത് എനിക്ക് 6ാമത്തെ തവണയാണ് കോവിഡ് വരുന്നത്. ഈ ലോകത്ത് ഇത്രയും പ്രാവശ്യം കോവിഡ് വന്നൊരു വ്യക്തി വേറെ കാണില്ല. അപ്പം ഞാൻ വാങ്ങിച്ച കോവിഡ് കിറ്റിൽ ദാ ഈ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് നേരത്തെ ഹോസ്പിറ്റലിൽ കോവിഡൊക്കെ കൂടിയിരുന്ന സമയത്ത് വീക്കിലി 3 പ്രാവശ്യം എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വെച്ച് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് സൈൻ ചെയ്യണമായിരുന്നു. കോവിഡ് അത്രയും പീക്ക് ആയിരുന്ന സമയത്തൊക്കെ. പക്ഷേ ഇപ്പോൾ കോവിഡ് എല്ലാം ബാക്ക് ടു നോർമൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ അതായത് സെൽഫ് ടെസ്റ്റിംഗ് കിറ്റും കാര്യങ്ങളും എല്ലാം നമ്മളെടുത്ത് മാറ്റി. ടെസ്റ്റ് വിപരീതമായ സ്ഥിതിക്ക് നമുക്ക് റെഡിയായി ജിമ്മിൽ പോകാം. ഇപ്പം ഞാൻ കഴിവതും വർക്കൗട്ട് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാറില്ല. കാരണം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നീക്കിക്കൊണ്ട് പോകാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് നമുക്കൊന്ന് പോകാം. എനിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ തുമ്മലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് വർക്കൗട്ട് തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളം ആയിട്ടുണ്ട്. കഴിവതും ഞാൻ സ്ഥിരം പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബോഡി ഒത്തിരി വീക്കായിട്ടിരിക്കുന്ന സമയത്തൊന്നും പോയില്ല, ഞാൻ മാക്സിമം റെസ്റ്റ് എടുക്കും. അല്ലാത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഉള്ളപ്പോൾ ഇല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ്, അതുപോലെ അവധി ദിവസങ്ങളിലാണ് ഞാൻ പോകാറ്. ഈവനിങ് വരുമ്പോഴത്തേക്കും പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഓൾറെഡി വീട്ടിലെത്തുമ്പോഴത്തേക്കും 9 മണിയാവും. പിന്നെ ആ കൂടെ ഇനി ജിമ്മിലേക്കും കൂടെ പോരുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സായി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ പോരാറില്ല. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എനിക്ക് ജിമ്മിൽ പോകാൻ വേണ്ടി ഞാൻ പല ദിവസങ്ങളിൽ പല ഹെയർ സ്റ്റൈലാണ്. അതുമല്ല മുടിയുടെ അവസ്ഥയും നോക്കിയിട്ടാണ് ഞാൻ കെട്ടാറ്.
ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ ആയിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ഔട്ട്ഫിറ്റ്സിനെ പറ്റിയും അതുപോലെ ഹെയർ സ്റ്റൈലിനെയൊക്കെ പറ്റി. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. വർക്കൗട്ട് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഞാൻ ഇവിടുന്ന് സാധാ ജർമ്മൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങാറ്. അതുപോലെ ഇനിയിപ്പം അങ്ങോട്ട് വിൻ്റർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ജാക്കറ്റ് അല്ലെങ്കിൽ ഹുഡി ടൈപ്പുള്ളത് വേണ്ടി വരും. കാരണം തണുപ്പാണ്. കുറച്ചുകൂടി തണുപ്പ് ഉള്ളപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഞാൻ ഇവനെ കൂടെ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ജിമ്മിൽ വെച്ച് ചെറിയ ക്ലിപ്സുകളൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. ഇവിടുന്ന് കറക്റ്റ് ഏകദേശം ഒരു 5 മിനിറ്റ് സൈക്കിളിൽ പോകാനായിട്ടുണ്ട് ജിമ്മിലോട്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് കാലിന് വർക്കൗട്ട് ചെയ്യാനാണ് പ്ലാൻ. കുറച്ച് സ്ക്വാട്ട്, ഞാനൊരു ഏകദേശം 1 മണിക്കൂർ, അതിൽ കൂടുതൽ ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല. 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തും. ഇന്ന് കാലിനാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നാളെ ഞാൻ കൈക്കായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. 3-ാമത്തെ ദിവസം ആപ്സിനുള്ള. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഏറ്റവും മടിയുള്ള വർക്കൗട്ട് കാലിന് ചെയ്യാനായിരുന്നു. കാരണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളൊരു പെയിൻ, പിന്നെ പതിയെ പതിയെ ആ പെയിൻ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ, അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് കാലിന് ചെയ്യുന്നതാണ്. ഞാനിവിടെ കോവിഡിൻ്റെ ടെസ്റ്റ് കിറ്റ് വാങ്ങാനായിട്ട് വന്നേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. അത് ആ റിസൾട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ DM കയറി കിറ്റ് നോക്കി കഴിഞ്ഞപ്പം ഇല്ല. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് അപ്പോഴത്തേക്ക് കയറി നോക്കി. അപ്പം അപ്പോഴത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ അവിടുത്തെ അപ്പോഴത്തേക്ക് ക്ലോസ്ഡാണ്. പിന്നെ ഞാൻ വീട്ടിലോട്ടിങ്ങ് പോകുന്നു. നല്ല വിശപ്പ്. ഇനി നമ്മൾ വൈകിട്ട് പുറത്തിറങ്ങുമല്ലോ. അപ്പോൾ പോയിട്ട് എവിടുന്നേലും വാങ്ങാം. നമ്മുടെ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തൊരു DM ഉണ്ട്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് നോക്കാം. നല്ല വിശപ്പ്. പോയിട്ട് കഴിക്കാം. വന്ന ഉടനെ തന്നെ കൈ കഴുകാം. ഞാൻ കുളിക്കുക പിന്നെയാണ് കേട്ടോ. വന്ന ഉടനെ ഞാൻ കൈയൊക്കെ നല്ലപോലെ വാഷ് ചെയ്യും. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി മന്തി ഉണ്ടാക്കിയായിരുന്നു. എന്താണ്, പെരി പെരി ചിക്കൻ മന്തി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ മന്തി പൊതുവേ കഴിക്കുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് ബിരിയാണിയാണ്. ഞാൻ ഒരു ബിരിയാണി പ്രേമിയാണ്. പക്ഷേ ഒരു മിനിറ്റ്, ക്യാമറയ്ക്ക് എന്തോ ഒരു ചെരിവ്. പക്ഷേ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിരിപ്പുണ്ട് ഇന്ന് ഉച്ചക്കത്തേക്ക്. അപ്പോൾ ചിക്കൻ അതിനുവേണ്ടി ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇന്നലത്തേക്ക് വേണ്ടിയുള്ളത് മാത്രം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആ റൈസ് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് അതുണ്ട്. പിന്നെ വൈകിട്ടത്തേക്ക് ഇനി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ സലാഡ് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പോർക്ക് വാങ്ങാം. എനിക്കറിയില്ല. മനോനോട് ചോദിക്കണം ഏതാ വേണ്ടതെന്നുള്ളത്. വീക്കെൻഡ് ആകുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ മസ്റ്റായിട്ടും എന്തെങ്കിലുമൊക്കെ മീറ്റ് ഐറ്റംസ് വാങ്ങും. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡെയിലി മീറ്റ് എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ നമ്മളത് വീക്കെൻഡിലാണ് കൂടുതലും നമ്മൾ വാങ്ങുന്നത്. കാരണം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോർമൽ നമ്മുടെ സാധാ എന്തെങ്കിലും പച്ചക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ടൈമില്ല ഉണ്ടാക്കാനുള്ള എന്നാണ്. അപ്പം വീക്കെൻഡിൽ നമ്മൾ ഇതുപോലെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പം ഇന്നൊന്ന് നമുക്ക് മിക്സ് മാർക്കറ്റിൽ പോകണം. അവിടെ നല്ല ഫ്രഷ് മീറ്റ്സ് കിട്ടും. അപ്പം അധികം ലേറ്റ് ആകാതെ നമുക്ക് പോകണം. അത് മാത്രമല്ല കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പം ഈ ഓട്ടം തുടങ്ങിയതുകൊണ്ട് ഡേ ലൈറ്റ് വളരെ കുറവാണ്. ഒരു 6 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇരുട്ടാകാനും തുടങ്ങും. അപ്പം ഞാൻ ആ റൈസ് ഒന്ന് ചൂടാക്കട്ടെ. ഇന്നലെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ കുറച്ച് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നായപ്പോൾ അത് നല്ലപോലെ നമ്മുടെ ഗ്രേവിയൊക്കെ, അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ ചിക്കനിലൊക്കെ പിടിച്ച് കാണും. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പതാ എൻ്റെ കയ്യിൽ ഒരുപാട് പലതരത്തിലുള്ള ട്രൈപോഡ് ഉണ്ട് കേട്ടോ. ഈവൻ ഒരു മിനി ഗിംബലാണ്. ഇതിങ്ങനെ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഇതിൽ സെറ്റ് ചെയ്ത് ക്യാമറ നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ മൂവ്മെൻ്റ് അനുസരിച്ച് ഇവനൊരു മിനി ഗിംബലാണ്. സംഭവം കൊള്ളാം. ഇപ്പം ഇതിൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ ഞാൻ വേറൊരു ട്രൈപോഡ് എടുത്തിട്ട് വരാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ പെട്ടെന്ന് ഫ്രൈ ആവും കേട്ടോ. കാരണം ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് വേവ് വളരെ കുറവാണ്, പെട്ടെന്ന് വേകും. ഇപ്പം എനിക്ക് ചിക്കൻ വറക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ലാസ്റ്റ് പ്രാവശ്യം ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന്
എണ്ണ പൊട്ടിത്തെറിച്ചു. എൻ്റെ മുഖത്തെല്ലാം വീണിട്ട് ചുണ്ടയിലൊരു വലിയ കൊമള വന്നു. അതേ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കൈയകലം മാറി നിന്നാണ് എപ്പോഴും ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കുള്ളൂ. കാര്യം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരുന്നു, അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ചിക്കൻ ആകുന്ന നേരം കൊണ്ട് ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഓൾറെഡി ഒന്ന് ഡ്രൈ ആയി കാണും. അതെല്ലാം ഒന്ന് എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് പാത്രം, അതിപ്പോൾ തന്നെ നമുക്കൊന്ന് വാഷ് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഇപ്പം തന്നെ കയ്യോടെ ചെയ്യേണ്ടത്, ജിമ്മിൽ നിന്ന് വന്ന ഉടനെ ചെയ്യേണ്ടതായിരുന്നു, പ്രോട്ടീൻ പൗഡർ കുടിക്കുക. ആദ്യമൊക്കെ എനിക്ക് ഒട്ടും കുഴപ്പമില്ലായിരുന്നു. ഞാനിത് എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അൺഫ്ലേവേർഡ് പ്രോട്ടീൻ പൗഡറാണ് എടുക്കാറ് എന്ന്. പക്ഷെ ഇപ്പം വന്നിട്ട് എൻ്റെ ദൈവമേ, ഇതൊരു കടമ്പയാണ് എനിക്ക്. ഇതിനെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് കുടിച്ച് തീർക്കുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല. പക്ഷെ ഇടയ്ക്കങ്ങാനും ഒന്ന് നിർത്തിയാൽ പിന്നെ എനിക്ക് കുടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ എടുത്തിരിക്കുന്ന അൺഫ്ലേവേർഡ് ഇതിന് നല്ല പാലിൻ്റെ ചുവയാണ് കേട്ടോ. ഇപ്പം എനിക്ക് തീരെ എന്തോ എനിക്കിതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം കുടിക്കാനായിട്ട്. പിന്നെ ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ. കുറച്ച് പാത്രമേ ഉള്ളായിരുന്നു, അത് സ്പ്യൂൾ മെഷീനിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഞാൻ അങ്ങ് കഴുകി വെച്ചു. ഇനി ഒരു ചെറിയ സലാഡ് തട്ടിക്കൂട്ടണം. അത്ര വെജിറ്റബിൾസ് ഒന്നുമില്ല, ഒരു ക്യൂക്കമ്പർ, ഒരു ക്യാരറ്റ് വെച്ച് അത്യാവശ്യം ഒരു ചെറിയ സലാഡ്. ഈ മന്തിയുടെ കഥ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു മന്തി പേഴ്സൺ ഒന്നുമല്ല. ഒരു ഏകദേശം ഒരാഴ്ചയായിട്ട് മനു ഇങ്ങനെ പറയുകയാണ് നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന്. എനിക്ക് തോന്നുന്നു എവിടെയോ വീഡിയോ കണ്ടിട്ട് പറയുന്നതാണെന്ന്. ഞാൻ നാട്ടിൽ വെച്ച് ഒരു തവണയും കണ്ടേ മന്തി ട്രൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ കൂടുതലും ഒരു ബിരിയാണി ലവർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ണൂർ കുക്കിംഗ് ചാനൽ എന്ന് പറയുന്ന ഒരു പേജിൽ ഞാൻ പെരി പെരി ചിക്കൻ മന്തി കണ്ടു. അപ്പോൾ അത് കണ്ട് റെസിപ്പിയൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഈസിയാണ്. അങ്ങനെ ട്രൈ ചെയ്തതാണ്. പക്ഷേ ഫസ്റ്റ് ട്രൈ ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഉണ്ടാക്കാനും എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കോപ്പി അടിച്ച് വേണമെങ്കിൽ പറഞ്ഞുതരാം, ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ. അതായത് നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റൈസ് ഇട്ടാണ് ഉണ്ടാക്കിയത്. സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 3 ദിവസത്തേക്ക് 2 നേരം കഴിക്കാനായിട്ട് ഉണ്ടാകും. പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുകയാണ് കുറച്ചുകൂടി റൈസ് ഇടായിരുന്നു എന്ന്. നല്ല വിശപ്പ്. ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പം എനിക്കൊരു ശീലമായി. എനിക്ക് ടി വി ഇല്ലാതെ എനിക്ക് ഫുഡ് ഇറങ്ങില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പുറത്ത് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോഷൂട്ടില്ലേ, അതിന് വേണ്ടി നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാവാം. ഞാനങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു വെതർ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇട്ട് റെഡിയാവും. ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ റെഡിയാവുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് ഹോട്ട് എയർ ബലൂൺസ് ഇല്ലേ, അത് നമ്മുടെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്വെറ്റ് ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വാമായിട്ടുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ജീൻസിന് പകരം ഷോർട്സ് ഇടാമെന്ന്. എനിക്ക് കാൽ അത്ര പെട്ടെന്ന് തണുക്കില്ല, അപ്പർ ബോഡിയാണ് പെട്ടെന്ന് തണുക്കാറ്. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണല്ലോ. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു ന്യൂഡ് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഇതാണ്, ഫോളൻ ലീവ്സ് അതൊക്കെയാണ്. അപ്പോൾ ഒത്തിരി എന്നെ ഒത്തിരി എടുത്ത് നിൽക്കണ്ട, വളരെ മിനിമലായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് കണ്ണിന് ജസ്റ്റ് ഒരു വാം ഷെയ്ഡ്, ഒരു വാം റെഡ് ഐ ഷാഡോ കൊടുക്കുകയാണ്. ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ് കേട്ടോ. ഇത് വന്നിട്ട് മെബിലിൻ്റെ എന്താണ് സൺ കിസ് എന്ന് പറയുന്നത്, സൺ കിസർ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ തന്നെ ഹൈലൈറ്ററും എനിക്കുണ്ട്. ഞാൻ ചില സമയത്ത് ഹൈലൈറ്റർ ബ്ലഷായിട്ടിടും, ഇതും ബ്ലഷായിട്ടിടും. അതായത് ഇത് ബ്ലഷാണ്. ഹൈലൈറ്റർ വന്നിട്ട് ഇതാണ്. ഇത് പക്ഷേ എൻ്റെ തീരാറായി, കാരണം അതുപോലെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് ഇടുമ്പോഴത്തേക്കും. പക്ഷേ നമ്മളിത് സ്മഡ്ജ് ചെയ്ത് വന്നു കഴിയുമ്പോൾ, ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഈ ഇത്രയും കളർ പോലും കാണില്ല. കണ്ണിൻ്റെ അടിയൊന്ന് വരച്ചു കൊടുക്കാം. കാരണം ഓൾറെഡി അവിടെ ഞാൻ രാവിലെ ജിമ്മിൽ പോകാൻ നേരം മസ്കാര തേച്ചിരുന്നല്ലോ. ആ ഒരു മസ്കാരയുടെ ഒരു ബ്ലാക്ക്നെസ് ഉണ്ട്. അപ്പോൾ കണ്ണങ്ങനെ ഇട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് അടിയൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ട് മേബിലിൻ്റെ ടാറ്റു ലൈനറാണ്. അതായത് ഇത് നമ്മുടെ സ്മോക്ക്ഡ് ഐസ് ഒക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. എൻ്റെ പൊന്നെ, അടിപൊളിയാണ്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, അതുപോലെ ഉണ്ടല്ലോ. ഇത് സ്മഡ്ജ് നമ്മൾ ഇപ്പോൾ സ്മോക്കി ഐസ് ചെയ്യാനായിട്ട്
നമ്മൾ സ്മഡ്ജ് ചെയ്യുമല്ലോ, നമ്മൾ എത്രത്തോളം സ്മഡ്ജ് ചെയ്യുന്നോ അത്രത്തോളമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഈ മേക്കപ്പൊക്കെ ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പം എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ണെഴുതി കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് കരി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നേ. ഇതൊന്നും ഇല്ല കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മുമ്പ് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ മുളകിൻ്റെ കുത്തൽ ഈ ലിപ്സ്റ്റിക് ഇപ്പം എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്നില്ലേ, അതിനൊരു ട്രിക്കുണ്ട്, കാണിച്ചു തരാം. ഞാൻ അപ്പോഴത്തേക്കും ഹെയർ ഒന്ന് ചെയ്തിട്ട് വരാം, എന്നിട്ട് ഫുൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂഡ് മേക്കപ്പ്. ഇപ്പോൾ വേണേ ഔട്ട്ഫിറ്റ് വന്നിട്ട് കാണിച്ചു തരാം. ഔട്ട്ഫിറ്റ് ഗൈസ്, എത്ര നേരമായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയെന്നറിയോ? ഇവിടെ ഒരാൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ലൈറ്റ് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പോഴാണ് നല്ല വെട്ടമാണ്. എൻ്റെ ഫേസ് കണ്ടില്ലേ, ഗോൾഡൻ ടൈംസ്. ഫോട്ടോസ് എടുക്കാനായിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മരങ്ങളും പൊഴിഞ്ഞ ഇലകളും എൻ്റെ ഒരു തീമിനനുസരിച്ചുള്ള ഒരു സ്പോട്ട് എന്ന് വേണേൽ പറയാം. പിന്നെ നമുക്ക് അധികം നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല. അത്യാവശ്യം നല്ല ഈവനിങ് ആകുമ്പോൾ നല്ല തണുപ്പ് കൂടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പെനിയിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ മിക്സ് മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അവിടെ ഇനി ചെന്നിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഫ്രഷ് മീറ്റ്സ് ഒക്കെ ഓൾറെഡി തിരിച്ച് ഫ്രീസറിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ നമ്മൾ പെനിയിൽ വന്നിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇനി ഉള്ള പരിപാടി 8:30 കുറച്ച് നേരം ചുമ്മാ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. ഡിന്നർ ഇപ്പം ഞങ്ങൾ ചിക്കൻ സലാഡ് ഉണ്ടാക്കുന്നില്ല. കാരണം ഇപ്പം മനു പറയുന്നു അവൻ ഇവിടെ നല്ല സൗണ്ട്, അവൻ മന്തി നല്ലപോലെ അടിച്ച് കയറ്റി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം ഇറച്ചി ഒന്നും തന്നെ കഴിക്കാൻ തോന്നുന്നില്ല, ചിക്കനും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് കുറച്ച് ക്രോസോണ്ടും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം രാത്രിയിലത്തേക്ക് ഫ്രഞ്ച് ഫ്രൈസും ക്രോസോണ്ടും കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. ഞാൻ കൂടുതലും ഇരുട്ടിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഡാർക്ക്നെസ്, ഡാർക്ക് റൂമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈവനിങ് ആകുമ്പം പൊതുവെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മുടെ റൂമിൽ ഇങ്ങനെ കുറേ സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ മെഴുകുതിരികൾ കത്തിച്ച് വെക്കും. നല്ല ഭംഗിയാണ് ഈവനിങ് ആകുമ്പം ഇങ്ങനെ ചെറിയ ക്യാൻഡിൽസൊക്കെ ഇങ്ങനെ കത്തിച്ചിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, ഇതൊക്കെ നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽസാണ്. അപ്പം ഞാൻ എല്ലാ റൂംസിലും നമ്മൾ ഈ സ്പൈസി ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം റൂമിലൊക്കെ ഈ സ്പൈസി ഫുഡ്സിൻ്റെ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ മുറികളിലെല്ലാം ഈ ക്യാൻഡിൽസ്, അതിപ്പോൾ പകലായാലും നമ്മൾ കത്തിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എനിക്കൊരു മൂഡ് വന്നു. ഒക്ടോബർ മാസമല്ലേ, ഇനിയിപ്പോൾ നവരാത്രിയൊക്കെ അടുക്കാറായില്ലേ, എന്നാൽ പിന്നെ കുറച്ച് ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെക്കാമെന്ന്. കുറച്ച് നേരം എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അതായത് ഇനി ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ യൂട്യൂബിലേക്കുള്ള വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ കയ്യിലൊരു ചെറിയ ഡയറി ഉണ്ട് കേട്ടോ, അതിൽ ഞാൻ എഴുതി വെക്കും. അതുകൂടാതെ എനിക്കൊരു ജനുവരി ഫെബ്രുവരി ആകുമ്പം ഒരു ചെറിയ പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ളതൊന്ന് എഴുതി വെക്കുകയാണ്. ശരിക്കും എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കാനായിരുന്നു ഇഷ്ടം, പക്ഷെ വീഡിയോയിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല. അതാ പിന്നെ ഞാൻ ലൈറ്റ് ഓൺ ആക്കിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഏകദേശം തീരാറായി. അങ്ങനെ വലിയൊരു പ്രൊഡക്റ്റീവ് എന്ന് പറയാനായിട്ടും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ആകെ എനിക്ക് തോന്നുന്നു പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജിമ്മിൽ പോയി പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്ത് കുറച്ച് അതൊക്കെയാണ്. ഞാനങ്ങനെ എല്ലാ ദിവസങ്ങളും പ്രൊഡക്റ്റീവ് ആക്കാറില്ല. കാരണം ചില ദിവസങ്ങൾ ചില ലേസി ഡേയ്സും വേണം നമുക്ക്. നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ലേസി ഡേയ്സ് നമുക്ക് വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് ടെസ്റ്റ് കിറ്റ് ഞാൻ പിന്നെ രണ്ടാമത് വാങ്ങിച്ചില്ല. കാരണം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോയ സമയത്ത് വാങ്ങാൻ കയറിയപ്പോൾ മനു പറഞ്ഞു ലൈറ്റ് പോകും, നമുക്ക് തിരിച്ചു വരുന്ന വഴി വാങ്ങാമെന്ന്. പക്ഷേ ഇന്ന് ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ലേ DMൻ്റെ മ്യൂളറിൻ്റെ ഒക്കെ കറക്റ്റായി. കാരണം ലാസ്റ്റ് ജൂൺ ജൂലൈ അവിടെ റെനോവേഷനായിരുന്നു. റെനോവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് 8 മണി വരെയാണ് അതായത് ക്ലോസിങ് ടൈം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് ഓർത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച 7 മണി വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അത് നടന്നില്ല. പക്ഷെ ഇപ്പം എന്തായാലും ത്രോട്ട് പെയിന് കുറവുണ്ട്. പക്ഷെ എന്താ ഒരു കിച്ച് കിച്ചെന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പുറത്ത് പോയി
കുറേ കൂടെ തണുപ്പിടിച്ചു. ഇനി നാളെ രാവിലത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. എന്തായാലും പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് നല്ല സുഖമുണ്ട് കേട്ടോ. ഇങ്ങനെ അകത്ത് ഞങ്ങൾ ഇന്ന് ഹീറ്റർ ഓണാക്കി, കാരണം തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒക്ടോബറോടെയാണ് നമുക്ക് ഹീറ്റർ എല്ലാം ഓണാക്കാൻ തുടങ്ങേണ്ട കറക്റ്റ് സമയം. ഇവിടെ ചിലരൊക്കെ സെപ്റ്റംബറിലേ ഓണാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഞാൻ കുറേ കൂടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പക്ഷേ ഓണാക്കി ഹീറ്റർ, കാരണം നമുക്ക് ടോയ്ലറ്റിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര തണുപ്പ്. അങ്ങനെ അപ്പോൾ ഞാനിതാ ഇങ്ങനെ നല്ല സുഖമുള്ളൊരു ഈ ഡ്രസ്സ്, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇനിയാണ് ആവശ്യം. അപ്പോൾ മനു ആയാലും മനുവിന് ഈ തണുപ്പൊന്നും ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ എപ്പോഴും ലിവിങ് റൂമിൽ ഇരുന്നുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ പുറത്തെ കാറ്റ് വേണം. അതുകൊണ്ട് എപ്പോഴും ജനൽ തുറന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ഇനി എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം. കാരണം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതും കാണുന്നതും ഇങ്ങനത്തെ വീഡിയോസാണ് എനിക്ക് കൂടുതലും. ഡെയിലി വ്ളോഗുകൾ, ഇങ്ങനത്തെ വീഡിയോസാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ ഫുഡ് വ്ളോഗ്സ് ഒന്നും കാണാറില്ല. അപ്പോൾ എനിക്കും കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം. ഇനിയപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാം. ഡിന്നറായിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ സലാഡ് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു അവന്. അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് ചിക്കൻ കഴിച്ചു, അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടിപ്പം ചിക്കൻ സലാഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രോസോൺ വാങ്ങിച്ചു. ഞാൻ വിചാരിക്കുന്നു നല്ലൊരു ചൂട് കോഫിയോ അല്ലെങ്കിൽ ഒരു ചായയോടെ ഇട്ട് കുടിക്കാമെന്ന്. ഞങ്ങൾ നോർമലി കോഫി രാത്രി കുടിക്കാറുണ്ട്, കിടക്കുന്നതിന് മുമ്പായാലും ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയാൽ ഞങ്ങൾ കുടിക്കാറുണ്ട്. അത് ഞങ്ങളെ ഉറക്കത്തിന് അത് ഒരിക്കലും ബാധിക്കില്ല. ഞാനിപ്പോൾ വിചാരിക്കുന്നത് തോമസ് ആവുന്ന നേരത്തിന് ഒരു ഷാമ്പിഗോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഷ്റൂം സോസ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ്. ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നോർത്തു. ഞങ്ങൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് വാങ്ങാറ്. അതിങ്ങനെ മൈക്രോവേവിൽ ഒരു 10 മിനിറ്റ് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. ശരിക്കും ടേസ്റ്റ് കൂടുതൽ ഓയിൽ ഫ്രൈ ചെയ്യുന്നതാണ്. നമ്മൾ അത്രയും കൂടെ എണ്ണ കുറയ്ക്കാൻ വേണ്ടിയാണ് ഗ്രില്ല് ചെയ്യാറ്. ഫ്രൈസിൻ്റെ കൂടെ ഒരു ഡിപ്പായിട്ട് ഞാൻ മഷ്റൂം സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് മഷ്റൂം, കുറച്ച് ഗാർലിക്ക്, കുറച്ച് ഒനിയനൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. ഞാൻ കുക്ക് ചെയ്യുന്ന ഫുള്ളി ഞാൻ കാണിക്കുന്നില്ല, കാരണം എത്ര പേർക്ക് കുക്കിംഗ് രീതി ഇഷ്ടമാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റും പറഞ്ഞു പോകാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ ഗീ ഉപയോഗിക്കാം. ടേസ്റ്റ് അതനുസരിച്ച് മാറുന്നേ ഉള്ളൂ. പക്ഷേ ഇത് 3 ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. അതിനുശേഷം അത് ആയി കഴിയുമ്പോഴത്തേക്കും ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നിടും. അതായി കഴിയുമ്പോഴത്തേക്കും മഷ്റൂം ഇടും. എന്നിട്ട് ഇത് നല്ലപോലെ നല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിടും, കുറച്ച് പെപ്പറിടും, വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം. അതിനുശേഷം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതൊഴിക്കുക. പിന്നെ കോൺഫ്ലോർ പൊടി ഇല്ലെങ്കിൽ മൈദാമാവ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഒരു കൊഴുപ്പിന് വേണ്ടി. ഇത്രയും സാധനങ്ങളാണ് ഒഴിക്കേണ്ടത്. പറഞ്ഞ നിമിഷം കൊണ്ട് നമ്മുടെ മഷ്റൂം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചായ കൂടെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഡിന്നർ പരിപാടികൾ കഴിഞ്ഞു. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിന്നർ മെനു നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്തായാലും നമ്മുടെ ഡിന്നർ മെനു ഒക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. ഒരു പക്ഷേ ഇന്നത്തെ ഒരു വ്ളോഗിൽ നിങ്ങൾ സ്ഥിരം ഇത് തന്നെയായിരിക്കും കാണുന്നത്. ഫുഡ് കഴിക്കുന്നു, ടി വി കാണുന്നു, ഫുഡ് കഴിക്കുന്നു. എന്തായാലും ഇപ്പം ഞാൻ ഡിന്നറിന് ഒരു അടിപൊളി സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. അടിപൊളി പടമാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. എന്തായാലും മൂവിയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ആ ഒരു ദിവസം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തൊരു ദിവസമായിരുന്നു. അത്യാവശ്യം നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇരുന്ന് ആ സിനിമയൊന്നും കാണണം. അപ്പോൾ കൂടുതൽ ഇനിയൊന്നും പറയാനില്ല ഗൈസ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വ്ളോഗായിട്ട് കാണാം. ഇപ്പം ഈ വ്ളോഗ് ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസൊക്കെ ഒന്ന് ഇതുണ്ടല്ലേ, നമ്മൾ പുറത്ത് പോയപ്പോൾ ഉള്ള മേക്കപ്പ് എല്ലാം ഉണ്ട്, അതൊന്ന് കഴുകിയിട്ട് രാത്രിയിലത്തെ എൻ്റെ സ്കിൻ കെയറും കൂടെ കഴിഞ്ഞാൽ പരിപാടികൾ കഴിയും. അത് നമ്മൾ ആ സിനിമയൊന്ന് കാണണം. കണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ത്രില്ലർ മൂവീസ് ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറും കൂടെ നിങ്ങളെ കാണിച്ചു തരാം.
അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡേ സ്കിൻ കെയർ റുട്ടീൻ പോലെ തന്നെ നൈറ്റിനും എനിക്കൊരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ട്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് അടുത്തായിട്ട് ഫോളോ ചെയ്ത് വരുന്നത്, ആദ്യം തന്നെ ഫേസ് ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് വെച്ചാണ്, അതൊരു ടൈപ്പ് ഓഫ് ടോണറാണ്, അത് വെച്ച് മുഖം ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യും. ഇത് ആദ്യമൊക്കെ ഞാൻ വീക്കിലി വൺസ് ആയിരുന്നു, പക്ഷെ നമുക്കത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം രാവിലെ ഉപയോഗിച്ച സെറവയുടെ ക്രീം തന്നെയാണ് ഇത്, ഞാൻ മോർണിംഗും ഈവനിങ്ങും ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്ന പ്രൊഡക്ട്സുകളിൽ മിക്ക പ്രൊഡക്റ്റും എനിക്ക് യാതൊരു ബെനഫിറ്റോ ചേഞ്ചസോ കാണിക്കാത്തതാണ്. അതിൽ ഒന്നാണ് ഈ ആക്സോണിൻ്റെ ഡാർക്ക് സ്പോട്ടിംഗ് കറക്റ്റിംഗ് സിറം. ഇത് തേച്ചിട്ട് എനിക്ക് യാതൊരു ചേഞ്ചസും എൻ്റെ ഫേസിൽ കാണാനില്ല. പക്ഷേ നമ്മൾ എന്തായാലും വാങ്ങിയ സ്ഥിതിക്ക് ഇതെനിക്ക് യാതൊരു ഡാമേജോ ഒരു നെഗറ്റീവ് എഫക്റ്റോ കൊണ്ടുവരാത്തത് കൊണ്ട് അത് തീരുന്നത് വരെ ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ പ്രൊഡക്റ്റ് വലിയ ബെനഫിറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അടുത്ത് വന്നത് ഒരു അവക്കാഡോ അണ്ടർ ഐ ക്രീമാണ്. അത് നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഞാൻ അത്യാവശ്യം വില കൂടിയ അണ്ടർ ഐ ക്രീം വാങ്ങിയതാണ്, പക്ഷേ ഇതും എനിക്ക് കാര്യമായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും എനിക്ക് കൊണ്ടുവന്നില്ല. പിന്നെ പൊതുവേ കേട്ടിട്ടുണ്ട് അണ്ടർ ഐ ക്രീമിന് അത്യാവശ്യം സമയമെടുക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാൻ എന്നാണ്. എന്തായാലും നമുക്കിത് തീരുന്നത് വരെ ഉപയോഗിച്ച് നോക്കാം. അടുത്തതാണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ. ഇത് വെറും €2 വരുന്ന ഒരു പ്രൊഡക്റ്റാണ്, പക്ഷേ ഇത് കാണിക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പിമ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഈ പറയുന്ന പോലെ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസം ആ പിമ്പിൾസിൻ്റെ പൊടി പോലും കാണില്ല. ഇല്ലെങ്കിൽ ആ പിമ്പിൾസ് അവിടെ വെച്ച് അതിൻ്റെ വളർച്ച സ്റ്റോപ്പ് ആവും കേട്ടോ. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ലൊരു ആയുർവേദിക് ടൈഗർ ബാമിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്. പിന്നെ വന്നിട്ട് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ലാനേഷിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇതൊരു പൊട്ട പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് തേച്ചിട്ട് യാതൊരു ബെനഫിറ്റും ഇല്ല, നല്ല എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ചത് വരെ തീരുന്നത് വരെ ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ. പറഞ്ഞ പോലെ തന്നെ മൂവി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്കി മൂവി കാണട്ടെ. ഈ ഒരു കോസി ഡേ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റു പല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.